അത്യുഷ്ണത്തിൽ രാജ്യത്ത് മരിച്ചവരുടെ എണ്ണം 1500 കടന്നു. ആന്ധ്രയിലും തെലങ്കാനയിലുമാണ് ഏറ്റവും കൂടുതൽ പേർക്ക് ജീവൻ നഷ്ടമായത്. കാലവർഷം എത്തുന്നതുവരെ കടുത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് രാജ്യത്ത് അത്യുഷ്ണം മാറ്റമില്ലാതെ തുടരുകയാണ്. അത്യുഷ്ണത്താൽ ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ടത് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും. ആന്ധ്രാപ്രദേശിൽ 852 പേരും തെലങ്കാനയിൽ 266 പേരും കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സൂര്യാഘാതത്താൽ കൊല്ലപ്പെട്ടു. അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ തോത് ഉയർന്നതാണ് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും സൂര്യാഘാതത്താലുള്ള മരണങ്ങൾ വർദ്ധിക്കാൻ കാരണമായതെന്ന് അന്താരാഷ്ട്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഒഡീഷയിൽ 69 പേരും ഗുജറാത്തിൽ 7 പേരും അത്യുഷ്ണത്തിൽ മരിച്ചുവെന്നാണ് കണക്കുകൾ. മാർച്ച് മുതൽ മെയ് 2ാം വാരം വരെ തുടർന്ന വേനൽ മഴ പൊടുന്നനെ നിലച്ചതാണ് അത്യുഷ്ണത്തിന് കാരണമായത്. ജാർഖണ്ഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്ക് റെഡ് ബോക്സ് മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകി. 45 ഡിഗ്രി സെൽഷ്യസിന് മേലെയുള്ള ചൂടുകാറ്റുണ്ടാവാനുള്ള സാധ്യതയാണ് റെഡ് ബോക്സ് മുന്നറിയിപ്പ്. ഈ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ വീട് വിട്ടിറങ്ങാൻ പാടുള്ളൂവെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. ഈ ആഴ്ച അവസാനം വരെ അത്യുഷ്ണം നിലനിൽക്കുമെന്നും കാലവർഷം ആരംഭിച്ചാൽ മാത്രമേ അത്യുഷ്ണത്തിൽ നിന്ന് കാര്യമായ ശമനമുണ്ടാവുകയുള്ളൂ എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. റിപ്പോർട്ടർ, ദില്ലി.